തുടർന്ന് നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും നാം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നതാണല്ലോ ദൈവവചന ശുശ്രൂഷ. സന്താപവേളയായാലും സന്തോഷവേളയായാലും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ നടുവിൽ വലിയ പ്രാധാന്യതയുണ്ട്. ആകയാൽ തുറന്നുള്ള സമയങ്ങളിലും വിശേഷാൽ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ട് തുറന്നുള്ള അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നാം കേൾപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. CCGM ഫെലോഷിപ്പ് ചേർച്ചിൻ്റെ സീനിയർ പാസ്റ്ററും ഇപ്പോൾ ഷാർജയിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ ഗ്രേസ് ശ്രീജിത്ത് അവറുകളാണ് ഇന്ന് പകൽക്കാലം നമ്മളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. ബഹുമാന്യനായ ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വെളുപ്പിനെ അദ്ദേഹം ഷാർജയിൽ നിന്ന് യാത്ര തിരിച്ച് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി കടന്നു വന്നു. ദൈവവൃത്തിൻ്റെ യാത്രയിലൊക്കെയും ദൈവം പരിപാലിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ ആ കർത്താവിൻ്റെ വൃത്തിൽ നിന്ന് നാം ദൈവവചനത്തിലൂടെ കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കുകയും തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായി ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഗ്രേസ് ശ്രീജിത്ത് അവറുകളെ പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ സമയത്തിനായി സർവശക്തനായ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. ഈ സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇന്നലെ വരെ രണ്ടായിരുന്ന രണ്ടു വ്യക്തികൾ ഇന്ന് ഒന്നായി തീരാൻ പോകുന്ന സമയം, അതിലപ്പുറമായി സർവശക്തനായ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ട സമയം, അതോട് ചേർന്ന് ശക്തന്മാരായ അഭിഷിക്തന്മാരാൽ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ദൈവാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവപുരുഷന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സമയം. ഞാനതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയുടെ പ്രിസൈഡിംഗ് മിനിസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ കുര്യൻ ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിപ്പാനായി പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന IPC കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി, വളരെ ബഹുമാന്യനായ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ പാസ്റ്റർ ഡാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ ഈ വേദിയിലായിരിക്കുന്ന മറ്റനവധി കർത്തൃദാസന്മാർ, ഈ സദസ്സിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ, ദൈവജനം എല്ലാത്തിലും അധികമായി ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാൽ, മാറ്റമില്ലാത്ത മുന്നൊരുക്കപ്പെട്ട ദൈവപദ്ധതിയാൽ ഇന്ന് ഒന്നിച്ചൊരു കുടുംബമാകാൻ പോകുന്ന, ഒന്നായിത്തീരാൻ പോകുന്ന റോണിയെയും ഫെബയെയും ഓർത്ത്, അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും വന്ദനവുമെല്ലാം ഞാൻ ദൈവപുരുഷന്മാരെ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരുപോലെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ കഴിയുമെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നല്ല ശബ്ദത്തോടെ പറയാൻ പറ്റുമെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ കേൾക്കും. അതിനു മുമ്പ് ഈ കുടുംബത്തെക്കുറിച്ച് എനിക്ക് ദൈവജനത്തിൻ്റെ മുമ്പിൽ, ദൈവസഭയുടെ മുമ്പിൽ ഒരു വാക്ക് സാക്ഷ്യം പറയാതിരിക്കാൻ കഴിയത്തില്ല. ജോൺ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫെബയുടെ പിതാവ്, അദ്ദേഹം തനിക്ക് അവസരം ലഭിക്കുന്ന പോലെയെല്ലാം തൻ്റെ ആരോഗ്യത്തിനും അപ്പുറമായ നിലകളിൽ ദേശങ്ങൾ, പട്ടണങ്ങൾ മുഴുവൻ ഓടി നടന്ന് യേശുവിൻ്റെ നാമത്തെ, യേശുവിൻ്റെ രാജ്യത്തെ ഉയർത്തുന്ന ദാഹമുള്ളൊരു ദൈവവൃത്യനാണ് അദ്ദേഹം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ, തൻ്റെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത്, ആ സമർപ്പണത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. വത്സമ്മാൻ്റെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയുടെ ഇടിവിൽ നിൽക്കുന്ന ഒരു ആൻറ്റിയാണ്. ആ ആൻറ്റി ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഭവനത്തിലെ 3 തലമുറകളും വളരെ സാക്ഷ്യമുള്ളവരാണ്. എനിക്കത് വളരെ കൃത്യമായി, വളരെ അടുപ്പമുള്ള കുടുംബമായതുകൊണ്ടും തലമുറകളായതുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ ഇതിൻ്റെ സാക്ഷ്യം പറയാൻ കഴിയും. ഫെബയെ സംബന്ധിച്ചും എറണാകുളം ചർച്ചിൽ, CCGM എറണാകുളം ചർച്ചിൽ
ശക്തമായി ആരാധിക്കുകയും ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ സൺഡേ ക്ലാസ് നടത്തുവാനായി ഏൽപ്പിച്ചു. അതെല്ലാം വളരെ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയി സഭയ്ക്ക് വളരെ അനുഗ്രഹമായി നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ മകളാണ്. സഹോദരൻ ബോവസ് ഇവിടെ ഉണ്ട്. ബോവസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് എന്ത് കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ അങ്ങോട്ട് ഒരു ഹെഡേക്ക് അതിനകത്തില്ല. അത് കൃത്യതയോടെ ചെയ്യുമെന്ന് എനിക്കറിയാം. സഭയ്ക്ക് വലിയ ബലമാണ്, അനുഗ്രഹമാണ്. ഒരു നെടുന്തൂണായ കുടുംബം നിൽക്കുകയാണ്. ഇളയ സഹോദരനായിരിക്കുന്ന യബിന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം കാനഡയിൽ ഇരുന്ന് ഇത് ലൈവിൽ കാണുന്നുണ്ടായിരിക്കാം. ആ മകനെക്കുറിച്ചും ഒരു വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇവിടെ ആയിരുന്ന സമയത്തെല്ലാം ഒരു സന്തത സഹചാരിയായി എൻ്റെ കൂടെ യാത്രകളിൽ ശുശ്രൂഷകളെല്ലാം എപ്പോഴും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എപ്പോൾ വിളിച്ചാലും യുദ്ധസജ്ജമായി റെഡിയായി നിൽക്കുന്ന ഒരു തലമുറയായിരുന്നു. ഇപ്പോൾ കാനഡയിലായിരിക്കുന്നു. ദൈവം ആ തലമുറയെല്ലാം മാനിച്ചു, വലിയ അനുഗ്രഹത്തോടെ നിർത്തിയിരിക്കുന്നു. ഈ കുടുംബ മുഖാന്തിരം സർവശക്തനായ മഹാദൈവത്തിന് ഞാൻ എല്ലാം മഹത്വവും കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്യാമോ? ഈ സമയം നമ്മളിപ്പോഴാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ലോകം സ്ഥാപിക്കുന്നതിന് മുന്നമേ സർവശക്തനായ ദൈവം ഈ സമയത്തെ കണ്ടതാണ്, ഈ വിവാഹ ദിവസത്തെ കണ്ടതാണ്. ഇതിലാര് ശുശ്രൂഷിക്കണം, ഇവിടെ ആരൊക്കെ അറ്റൻഡ് ചെയ്യണം, ഇതേത് ദിവസം നടക്കണം, ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം മുൻ നിയമിച്ചതാണ്. ഇത് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിവാഹ സമയമാണെങ്കിലും ഇതൊരു ദൈവസാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടൊരു വിവാഹമാകയാൽ നമുക്ക് ആരാധിക്കുന്നത് കൊണ്ടോ സ്തോത്രം പറയുന്നത് കൊണ്ടോ ഹല്ലേലൂയ പറയുന്നത് കൊണ്ടോ ഒരു പ്രയാസവുമില്ല. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ആരാധന നടക്കട്ടെ, ഇവിടെ ദൈവത്തിന് മഹത്വം ഉയരട്ടെ, ഇവിടെ സ്തുതി ഉയർന്നുകൊണ്ടിരിക്കട്ടെ. നമ്മൾ വെറും ഒരു ഫംഗ്ഷന് മാത്രം അറ്റൻഡ് ചെയ്യുന്നതല്ല, ഇത് സ്വർഗം ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. സർവശക്തനായ മഹാദൈവം ഇതിനകത്തിറങ്ങി നിൽക്കുകയാണ്. സ്വർഗീയ ദൂത സൈന്യം ഇതിനകത്തിറങ്ങി നിൽക്കുകയാണ്. ഞാൻ ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ പറയാൻ മടി കാണിക്കരുത്, സ്തുതിക്കാൻ മടി കാണിക്കരുത്, സ്തോത്രം പറയാൻ മടി കാണിക്കരുത്. നിങ്ങൾ ആരാധിച്ചു കൊണ്ടേയിരിക്കണം. ആമേൻ. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഒരുപാട് വലിയ പ്രസംഗത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നന്നായി ദൈവത്തിൻ്റെ വചനം അറിവുള്ളവരും അതിനുശേഷം ദൈവത്തിൻ്റെ വചനം വീണ്ടും നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തൻ ആശീർവാദിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ ആധികാരികമായി സംസാരിക്കും. എങ്കിലും എൻ്റെ പക്കൽ പരിശുദ്ധാത്മാവ് കൈമാറാൻ ഏൽപ്പിച്ച 1-2 തിരുവെഴുത്തുകൾ മാത്രം പറഞ്ഞ് കൃത്യസമയത്തിനകത്ത് ഞാൻ ദിവസത്തിലിരിപ്പാനായി ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ആമേൻ. വിവാഹം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനയാണ്. വിവാഹം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പദ്ധതിയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആ മനുഷിക സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രമാണം, ദൈവത്തിൻ്റെ ഒരു വലിയ കൽപ്പന, ദൈവത്തിൻ്റെ ഒരു വലിയ ഉദ്ദേശം മനുഷ്യൻ വിവാഹം കഴിക്കണമെന്നും കുടുംബമാകണമെന്നും തലമുറകൾ ജനിക്കപ്പെടണമെന്നും ഇത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? നല്ല ബലത്തോടൊരു ഹല്ലേലൂയ പറയാമോ? അതേ അധ്യായം തന്നെ അതിൻ്റെ താഴോട്ടുള്ള വാക്യം 21 മുതലുള്ള വാക്യം നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ വചനം വളരെ ശ്രദ്ധിക്കുക. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്നും എടുത്തിരിക്കുകയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. ഒന്നുകൂടെ ഒരു ഹല്ലേലൂയ പറയാമോ? എത്രയോ ജീവനുള്ള
ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ വചനമാണിത്. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ ആദമിൻ്റെ വാരിയലിൽ നിന്നും ഒന്നെടുത്ത് നരനിൽ നിന്നും ഇതാ നാരിയെ സൃഷ്ടിക്കുകയാണ്. അതിന്മേൽ പിന്നെ മാംസം കൊണ്ട് മൂടി അതിൻ്റെ മേൽ അടുത്ത പണികൾ നടത്തി അതിനെ അടുത്ത ഒരു കൂട്ട് തൻ്റെ ഇണയാക്കി ഒരുക്കിയെടുക്കുന്ന ഒരു വലിയ ദൈവ പദ്ധതി. ദൈവത്തെ ഇന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മകൻ റോണിയെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ വളരെ ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു വാരിയല് കുറവുണ്ട് നിങ്ങളുടെ ശരീരത്തിലല്ല. പക്ഷേ ഇപ്പോൾ ആ വാരിയലാണ് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നത്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ വാരിയലിനെ ഒരുക്കി തക്ക തുണയായിട്ട് ദൈവം നിങ്ങളുടെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഒന്ന് സ്തോത്രം പറയാമോ? ഇതിന് സയൻസിനൊരു പക്ഷേ ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, സയൻസ് ഇതിനെ നിഷേധിക്കുമായിരിക്കും. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ വിശുദ്ധ വേദപുസ്തകമാണ്. നമ്മുടെ സയൻസ് ദൈവത്തിൻ്റെ വചനമാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വാരിയിൽ ഒന്നെടുത്ത്, വാരിയലില്ലാതെ നടക്കാൻ പറ്റത്തില്ല, വാരിയലില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഫെബയാണ് റോണിയുടെ വാരിയൽ. ഇതില്ല, നടക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഫെബ ചിന്തിക്കേണ്ടത്, ഞാൻ ഉണ്ടായത്, ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അതിൽ നിന്നും ഒരു വാരിയൽ എടുത്തത് കൊണ്ടാണ്. ആ വാരിയലിലാണ് ഞാൻ. ഈ ഒരു ബോധം ഉണ്ടായിരിക്കണം. ചേർന്ന് സ്വത്രം പറഞ്ഞാട്ടെ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചല്ലെങ്കിൽ ഇനി ജീവിക്കാൻ പറ്റത്തില്ല. ആമേൻ. അങ്ങനെയാ ദൈവം ഇതിനെ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വേണമെങ്കിൽ ദൈവത്തിന് തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു മണ്ണ് കുഴച്ച് ആദമിനെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ ഷെയ്പ്പ് വരുത്തി ജീവശ്വാസമൂതി അടുത്തൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. പക്ഷെ ഉണ്ടാക്കിയത് അതിൽ നിന്നും, നരനിൽ നിന്നുമാണ് എടുത്തത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇതൊരു വലിയ ബന്ധമാണ്, ഇതൊരു വലിയ റിലേഷൻഷിപ്പാണ്. നമുക്ക് ഈ പൊക്കിൾക്കൊടി ബന്ധം അറിയാം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അത് ഏറ്റവും ഉന്നതമായ ഒരു മഹത്വമേറിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിലും അപ്പുറമായ ഒരു ബന്ധമുണ്ട്, നരനിൽ നിന്നും പുറത്തു വന്ന നാരി. ഇത് മനസ്സിലാകുന്നവർ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇവരോടുള്ള ബന്ധത്തിൽ പറയുന്നുവെങ്കിലും ഇന്ന് പകൽ ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ വന്ന സകല കുടുംബങ്ങൾക്കും ഈ ദൈവവചനം, ഈ ശബ്ദം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു റോണി, ശരിയാണ്. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു ഫെബ, അത് ശരിയാണ്. പക്ഷേ അതിലും അപ്പുറമായ ഒരു ദൈവവചന സത്യം, ഈ നരനിൽ നിന്നുമാണ് ഈ നാരി പുറത്തു വന്നിരിക്കുന്നത്. ഇത് മുന്നൊരുക്കപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഫെബ ഇല്ലെങ്കിൽ റോണി ഇല്ല, റോണി ഇല്ലെങ്കിൽ ഫെബ ഇല്ല. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്നും ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവത്താൽ ഒരുമിക്കപ്പെടുന്ന ഒരു കുടുംബമാണ്. ഇത് വെറുതെ എന്തെങ്കിലും ഒരു ചുമ്മാതെ തട്ടിക്കൂട്ട് പരിപാടിയല്ല. ഇത് വലിയ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ഭൂമി സ്ഥാപിക്കുന്നതിന് മുന്നമേ, ലോകം സ്ഥാപിക്കുന്നതിന് മുന്നമേ സ്വർഗത്തിലെ ദൈവം ഇവരെ കണ്ടതാണ്, വിശുദ്ധീകരിച്ചതാണ്, വിളിച്ചു വേർതിരിച്ചതാണ്. ഇവർ കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് ചില മാസങ്ങളെ ആയിട്ടുള്ളായിരിക്കാം. പക്ഷേ ഇത് മുൻ നിയമിക്കപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാരെ, ലോകം സ്ഥാപിക്കുന്നതിന് മുന്നമേ എൻ്റെ ദൈവം നിങ്ങളെ കണ്ടതാ, നമ്മളെ കണ്ടതാ, നമ്മുടെ തലമുറകളെ കണ്ടതാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് ശീലമില്ലാത്തവർക്കും പറയാൻ പറ്റുന്നൊരു വാക്കായത്, അതുകൊണ്ട് നല്ല ബലത്തോടങ്ങ് പറഞ്ഞു ഹല്ലേലൂയ. പുറകറ്റമരെ ഹല്ലേലൂയ. അപ്പോൾ പൊക്കിൾക്കൊടി ബന്ധം മൂല്യമായി നിൽക്കുമ്പോൾ തന്നെ അതിലും അപ്പുറമായ മൂല്യമുള്ളൊരു ബന്ധമാണ്. നരനിൽ നിന്നുമാണ്, റോണിയിൽ നിന്നുമാണ് ഫെബ ഉരുവാക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര ദൈവവചന സത്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അങ്ങനെ ദൈവം അവരെ ഒന്നാക്കി ഒരുമിപ്പിച്ച് ഒരു കുടുംബമാക്കി അവരെ സന്തോഷത്തോടു കൂടി നിർത്തി. അങ്ങനെ അങ്ങ് പോയില്ല. എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഈ ദൈവം ഇവരോട് സംസാരിക്കുവാൻ, ഇവരുമായി ആശയവിനിമയം നടത്തുവാൻ ഈ ദൈവം എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നരനിൽ നിന്നും നാരിയെടുത്തു, നിങ്ങളെ ഒന്നാക്കി നിർത്തി.
ഇനി അടുത്ത പരമപ്രധാനമായ ഒരു കാര്യമാണ്, ദൈവത്തിന് സംസാരിപ്പാൻ നിങ്ങളെ വേണം. ദൈവത്തോട് സംസാരിപ്പാൻ നിങ്ങൾ വേണം. അവൈലബിളായിരിക്കണം എല്ലായ്പ്പോഴും. ഒന്ന് സ്വത്രം പറഞ്ഞാട്ടെ. അങ്ങനെ അവൈലബിളായിരിക്കുന്ന ഒരു കുടുംബവും അവരുടെ മുന്നോട്ടുള്ള യാത്രകൾ പരാജയപ്പെടാൻ എൻ്റെ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഒരു വലിയ സീക്രട്ട് പറയാം, ഒരു ഷോർട്ട് കട്ടുമില്ല. ദൈവത്തിന് സംസാരിപ്പാൻ, ദൈവത്തോട് സംസാരിപ്പാൻ ഏത് കുടുംബമാണ് എപ്പോഴും അവൈലബിളായി നിൽക്കുന്നത്, ആ കുടുംബത്തിൻ്റെ മുമ്പിലുള്ള മുഴുവൻ കാര്യങ്ങളെയും എൻ്റെ ദൈവം കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകും. അതൊരിക്കലും ഡാമേജ് വരാൻ, പൊളിയാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. കരമൊക്കെ അടിക്കണമെന്ന് തോന്നുന്നെങ്കിൽ കരമൊക്കെ തട്ടിക്കണം. ഇതൊരു ഫംഗ്ഷൻ മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ ഒരു ആരാധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കരമുയർത്തി വീണ്ടും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് അങ്ങനെ ഇടം കൊടുത്താൽ പ്രശ്നങ്ങളില്ലെന്നോ വിഷയങ്ങളില്ലെന്നോ ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കനാവിലെ കല്യാണത്തിൽ ഒരു വലിയ പ്രോബ്ലം വന്നു. പക്ഷേ യേശുവിനെയും ശിഷ്യന്മാരെയും അതിനകത്ത് വിളിച്ചു. അവർ അവിടെ അവൈലബിളായിരുന്നു. യേശു ആ പ്രോബ്ലത്തെ ഡീൽ ചെയ്തു. ചേർന്ന് സ്വത്രം പറഞ്ഞാട്ടെ. പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജീവിതമല്ല, പക്ഷേ കർത്താവുമായി ഒരുമിച്ചുള്ള ആശയവിനിമയം നടത്തുന്ന റിലേഷൻഷിപ്പിൽ സദായിപ്പോഴും പോകുന്ന എവരി ഡേ 24 അവേഴ്സും ദൈവവുമായുള്ള റിലേഷൻഷിപ്പിൽ പോകുന്ന ഒരു കുടുംബത്തിൻ്റെ സകല കേടുപാടുകളെ മാറ്റാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവം അവരെ വലിയ അനുഗ്രഹത്തോടെ കൊണ്ടുപോകും. ഒരിക്കൽ കൂടെ ചേർന്ന് ആമേൻ പറയാമോ? ആമേൻ. തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കേട്ടത് വളരെ ശ്രദ്ധിക്കണമേ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു വാക്യമാണ്. അതിനകത്ത് ഒരുപാട് മർമ്മങ്ങളുണ്ട്. എനിക്കത് വിശദീകരിച്ച് പ്രസംഗിച്ചു പോകാനൊന്നും പറ്റത്തില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ്, 24-ാമത്തെ വാക്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. ഓ ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര വാക്യമത്. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിയും. സ്തോത്രം. ഭാര്യയോട് പറ്റിച്ചേരും. ഒരു വലിയ സർജറി നടക്കുകയാണ് അവിടെ. ഹല്ലേലൂയ. ഇത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൃത്യമായും ഈ ദൈവവചനം ഹൃദയത്തിനകത്ത് ശക്തമായി ചലിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ വളരെ അനുഗ്രഹത്തോടെ പോകും, മാതൃകാ കുടുംബമായി പോകും. ആമേൻ. ഒരു സർജറി നടക്കി. ഇന്നലെ വരെ അപ്പനോടും അമ്മയോടുമാണ് പറ്റിച്ചേർന്ന് നിന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ഒരു സർജറി നടക്കുകയാണ്. അവിടെ നിന്നും മുറിച്ച് വേറെ ഒന്നുമായി കൂട്ടിച്ചേർക്കുന്നു. സ്തോത്രം പറ. ബന്ധം മുറിക്കുകയല്ല, റിലേഷൻഷിപ്പ് മുറിക്കുകയല്ല. ഇതതിനും അപ്പുറമായ ഒരു മർമ്മമാണ്. ഇന്നലെ വരെ എന്തിനോടൊക്കെയാണോ ബന്ധിക്കപ്പെട്ട് കിടന്നത് അവിടെ നിന്നും പൂർണ്ണമായും വെട്ടിയെടുത്ത് വേറെ ഒന്നുമായി കൂട്ടിച്ചേർക്കുന്നു, ബന്ധിക്കപ്പെടുന്നു. ഓ ഹല്ലേലൂയ. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു പാർട്ട്, ഒരവയവം മുറിച്ചെടുക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, ഒരു പെയിൻ ഉണ്ടാകും. ഇന്ന് ഒരുപാട് കുടുംബങ്ങളുടെ, അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഒരുപാട് കുടുംബങ്ങളുടെ ചില പ്രശ്നങ്ങളുടെ കാരണം, എല്ലാ പ്രശ്നത്തിൻ്റെയും അല്ല, ചില പ്രശ്നങ്ങളുടെ കാരണം ഇങ്ങനത്തെ ചില ഈഗോ ക്ലാഷുകൾ സംഭവിക്കപ്പെടും. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പെട്ടെന്ന് അവൾ അവൻ്റെ മേൽ ഭയങ്കര അധികാരം കാണിക്കുന്നു, അവൻ അവളുടെ മേൽ ഭയങ്കര അധികാരം കാണിക്കുന്നു. ഇന്നലെ വരെ ഞാനല്ലേ, എൻ്റെ കുഞ്ഞല്ലേ. ഇങ്ങനത്തെ ഒരു വൈകാരികമായ തലം അപ്പനമ്മമാരുടെ ഹൃദയത്തിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ വചനത്തിൻ്റെ ദർശനം കിട്ടിയ മാതാപിതാക്കൾ സംഭവിക്കപ്പെടില്ല. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം പ്രകാശിക്കപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളാകുന്നു അവർ.
നിങ്ങളുടെ തലമുറകളെ കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ അവരെ സ്വാതന്ത്ര്യത്തോടെ സ്വൈര്യമായി അവരെ വിടുക എന്നുള്ളതാണ്. ആമേൻ. ഈ ചില അപ്പനമ്മമാർക്കൊക്കെ അത് കുറ്റമല്ല, അത് അങ്ങനെ തന്നെ സംഭവിക്കപ്പെട്ടിരിക്കണം. എപ്പോഴും മക്കൾ എത്ര വലുതാണെങ്കിലും അവരുടെ അകത്ത് കിടക്കുന്നത് പണ്ട് കുളിപ്പിച്ചതും ഉടുപ്പിട്ട് കൊടുത്തതും മുടി ചികി കൊടുത്തതുമൊക്കെ അകത്ത് കിടക്കത്തുള്ളൂ. ഒന്ന് സ്വത്രം പറഞ്ഞട്ടെ. അത് നല്ലതാണ്. പക്ഷേ അതിനപ്പുറമായ ഒരു കാര്യം അറിയണം. ഇനി ആ ഒരു ലെവലല്ല എന്നിൽ നിന്നും മുറിച്ചു മാറ്റി വേറൊന്നിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതിയാൽ ഒരുമിക്കപ്പെട്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത്, നിങ്ങളിൽ നിന്നും എങ്ങനെയാണോ തലമുറകൾ ജനിക്കപ്പെട്ട് ഒരു പുതിയ കുടുംബമായി അതിനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോയത്, അതുപോലെ തന്നെ അവരിൽ നിന്നും ഒരു കുടുംബം, അവരിൽ നിന്നും അടുത്തൊരു ജനറേഷൻ, അവരിൽ നിന്നും അടുത്തൊരു ചരിത്രം ആവർത്തിക്കപ്പെടണം, അത് സംഭവിക്കപ്പെടണം. അതിനായി അവരെ അനുവദിക്കണം. അതിന് കടിഞ്ഞാണിടാൻ വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ കടിഞ്ഞാണിടാൻ ആരും നിൽക്കരുത്. ഇതൊരു വലിയ ഡേഞ്ചർ സോണാണ്. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, നന്നായി കരമുയർത്തി സ്തുതിച്ചാട്ടെ. അപ്പോൾ ആ പെയിൻ സഹിക്കുന്നത് നിങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാ. പഴയതുപോലെ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. പഴയതുപോലെ അധികാരം കാണിക്കാൻ, സംസാരിക്കാൻ, പഴയതുപോലെ ഇടപെടാൻ, സ്വാതന്ത്ര്യം കാണിക്കാൻ, അഭിപ്രായം പറയാൻ, ഒരു പക്ഷേ നമ്മുടെ അഭിപ്രായം അവർ കേൾക്കാൻ, അതനുസരിക്കാൻ ഒക്കെ പഴയതുപോലെ പറ്റിയെന്ന് വരത്തില്ല. ഒന്ന് സ്വത്രം പറഞ്ഞാട്ടെ. പക്ഷെ നിങ്ങൾ അത് സഹിക്കണം, ആ പെയിൻ സഹിക്കണം. ഒരമ്മ പ്രസവിക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടാകും, പക്ഷെ അതൊരു വലിയ സന്തോഷത്തിന് വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർ രാമയും പറഞ്ഞാട്ടെ, ഇത് സ്വീകരിക്കുന്നവർ രാമയും പറഞ്ഞാട്ടെ. ആ പെയിൻ നിങ്ങൾ സഹിക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ കാണും. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അവർക്ക് ഉണ്ടാകുന്നതും വലിയ മഹത്വത്തോടെ അത് പോകും നിങ്ങൾ കാണും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇങ്ങനത്തെ ഇടപെടലുകൾ ദയവായി മാതാപിതാക്കൾ ഒഴിവാക്കുക. അവർ ദൈവത്താൽ ഒരുമിക്കപ്പെട്ടിരിക്കുന്നു, ദൈവം അവരെ ഒന്നാക്കിയിരിക്കുന്നു. അവർ അവരുടെ വഴിക്ക് നിൽക്കട്ടെ. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നാൽ അതേ സമയം തന്നെ ഈ സർജറി നടത്തുന്നു, മുറിച്ചെടുക്കുന്നൊക്കെ പറയുമ്പോൾ അവരെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. ഒരു ഹല്ലേലൂയ നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞാട്ടെ. ഒരു 5 മിനിറ്റ് സമയം കൂടെ എനിക്കുള്ളൂ. ഒരു ശക്തിയോട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാം വളരെ കൃത്യമായി ഇവിടെ നടക്കണം. അനുഗ്രഹത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ശുശ്രൂഷ പുറകെ നമ്മൾ ഒരുമിച്ച് വീണ്ടും ഇതിനകത്ത് അനുഭവിക്കാൻ പോവുകയാണ്. ചേർന്ന് സ്വത്രം പറഞ്ഞാട്ടെ. കൊണ്ടൊരു 1-2 വാക്യം മാത്രം ഓടിച്ചങ്ങ് പറഞ്ഞു പോകാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ലല്ലോ. വായിച്ചു വിടുക വാക്യം. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം അതിൻ്റെ 20-23 വാക്യങ്ങൾ. അപ്പൻ്റെ കൽപ്പന, അമ്മയുടെ ഉപദേശം, ഇതൊന്നും ഉപേക്ഷിക്കരുത്. സ്തോത്രം. അത് നിനക്കെല്ലാം ഇപ്പോഴും നിൻ്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക. നിൻ്റെ കഴുത്തിലത് കെട്ടുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, ഉറങ്ങുമ്പോൾ അത് കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 9-ാമത്തെ വാക്യം, അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം, അവൻ്റെ രക്തം അവൻ്റെ മേൽ ഇരിക്കും. സ്വത്രം പറഞ്ഞേ. മുറിച്ചു മാറ്റുമെന്ന് പറയുമ്പോൾ, സർജറി എന്ന് പറയുമ്പോൾ ബന്ധം ഉപേക്ഷിക്കുന്നതല്ല. അവരുടെ വാക്കുകളെ നേരത്തെ എങ്ങനെയാണോ കേട്ടത്, നേരത്തെ എങ്ങനെയാണോ ബഹുമാനിച്ചത്, അതിലും അപ്പുറമായി ബഹുമാനിക്കണം, ഓണർ ചെയ്യണം. അവരുടെ ജീവിത പരിചയം, പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയുമാണെങ്കിൽ അവർ ദൈവവുമായുള്ള ബന്ധത്തിലുള്ള അവരുടെ പരിചയം, അവരുടെ അത്രയും വർഷത്തെ കുടുംബ ജീവിതത്തിൻ്റെ പരിചയം, ഇതെല്ലാം അവരുടെ ഉപദേശങ്ങൾ, അവരുടെ വാക്കുകൾ, ഇതെപ്പോഴും നമ്മുടെ അകത്ത് കഴുത്തിൽ കെട്ടിക്കൊണ്ട് കിടക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനെ ധ്യാനിക്കണം. അത് നമ്മളെ നേർവഴി നടത്തും. എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രോബ്ലം വരും, വിഷയം വരുമ്പോൾ അത് ഓർക്കുക, അതെനിക്ക് ബലമാണ്. അന്ന് എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്ന് എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതെനിക്കൊരു വലിയ ബലമാണ്. അതെപ്പോഴും രാപ്പകൽ ധ്യാനിക്കണം. ഇത് സ്നേഹം, ഇത് റിലേഷൻഷിപ്പ്, അത് കർത്താവ് നിങ്ങൾക്ക് കൃപ തരും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കൃപ തരും. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കർത്താവ് തരും. സ്വർഗം നിങ്ങളുടെ മേൽ സന്തോഷിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. നന്നായി ശബ്ദം ഉയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഒരൊറ്റ വാക്യം കൂടെ മാത്രം പറഞ്ഞ് ഞാൻ ദിവസത്തിലിരിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം
4-5 വാക്യം എടുത്തു വായിക്കുന്നില്ല. അതിനകത്ത് പ്രധാനമായും ഇങ്ങനെയാണ്: അധികാരം ഇന്നു മുതൽ ഫെബയുടെ ശരീരത്തിൻ്റെ മേൽ സകലത്തിൻ്റെ മേലും അധികാരം റോണിക്കാണ്. റോണിയുടെ ശരീരത്തിൻ്റെ മേൽ സകലത്തിൻ്റെ മേലും അധികാരം ഫെബയ്ക്കാണ്. ചേർന്ന് സ്വത്രം പറഞ്ഞാട്ടെ. വേറെ ആർക്കും അധികാരമില്ല, വേറെ ആർക്കും അധികാരം കൊടുക്കരുത്. അധികാരം നിങ്ങൾക്ക് മാത്രമാണ്. പരസ്പരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലാതെ ഒരു ചെറിയ സമയം പോലും മാറി നിൽക്കരുത്. എന്ന് വെച്ചാൽ ഒരുമിച്ചും പ്രാർത്ഥിക്കണം, ഒറ്റയ്ക്കും പ്രാർത്ഥിക്കണം. പരസ്പരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെറിയ സമയം മാറി, പക്ഷെ അത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ. ഒരുമിച്ചും പ്രാർത്ഥിക്കണം, ഒറ്റയ്ക്കും പ്രാർത്ഥിക്കണം. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു പഥ്യ ഉപദേശമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശതമീര് സ്തോത്രം ചെയ്താട്ടെ. നേരത്തെ പറഞ്ഞത് ഞാനില്ലെങ്കിൽ അവളില്ല, അവളില്ലെങ്കിൽ ഞാനില്ല. ഈ ഒരു ഓർമ്മ നരനിൽ നിന്നും നാരിയെടുത്തു. ആ വാരിയിലില്ലെങ്കിൽ ഞാനില്ല, ഈ വാരിയിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ടായത്. ഇതെപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വേണം. ആമേൻ. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിനകത്ത് എൽക്കാന ഹന്നയോട് പറയുന്നുണ്ട്. ദൈവമക്കൾക്കറിയാം, ഒത്തിരി കരഞ്ഞ് തകർന്നിരിക്കുന്ന ഹന്നയോട് പറയുന്നുണ്ട്: ഹന്നേ, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ വ്യസനിച്ചിരിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? ഞാൻ ഉണ്ടല്ലോ, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ അധികമല്ലോ, 10 പുത്രന്മാരെക്കാൾ ഉന്നതമാണല്ലോ. ഇങ്ങനെ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രോബ്ലം വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന്, എന്തിനാ നീ ഭാരപ്പെടുന്നത്? ഞാനുണ്ട് നിൻ്റെ കൂടെ. ഇതൊരു വലിയ ബലമാണ്. ലോകം മുഴുവൻ എതിര് നിന്നാലും, എന്തെല്ലാം തലപോകുന്ന പ്രശ്നങ്ങൾ മുമ്പിൽ വന്നാലും, ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നു: ഞാനുണ്ടല്ലോ ചേട്ടാ, ഞാനുണ്ടല്ലോ അച്ചാച്ച. ഭർത്താവ് ഭാര്യയോട് പറയും: നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഞാൻ നിൻ്റെ കൂടെ നിൽക്കുകയല്ലേ. ഇതിലും വലിയ ബലം ലോകത്ത് വേറെ ഒരിടത്തും കിട്ടാനില്ല. ഞാൻ ഉണ്ടല്ലോ നിൻ്റെ കൂടെ. സർവശക്തനായ ദൈവം നിങ്ങൾക്കതിന് കൃപ തരട്ടെ. ഈ ദൈവവചനങ്ങൾ നിങ്ങൾ പഥ്യുപദേശമായി സൂക്ഷിക്കുക. ഇത് കൂടി വന്നിരിക്കുന്ന സകല കുടുംബങ്ങൾക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപുരുഷന്മാർക്ക് ഒരിക്കൽ കൂടെ ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുന്നു. എല്ലാവരും ഒന്ന് കരം ഉയർത്തി വീശി ദൈവത്തെ സ്തുതിച്ച് ഒരുപോലൊന്ന് പറഞ്ഞ്: സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടും, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കാക്കുമാറാകട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.